സമയത്ത് ലൈവായിട്ട് വർക്ക് ചെയ്തിരുന്ന കാലഘട്ടം കഴിഞ്ഞ് റെക്കോർഡിംഗ് സിസ്റ്റം വന്നപ്പോൾ എനിക്ക് വേണ്ടി സഹായിക്കാൻ വേണ്ടി വന്നതാണ് മിസ്റ്റർ ഗോഡ്വിൻ. അത് നാടകങ്ങൾക്കും പല സിനിമകൾക്കും എനിക്ക് വേണ്ടി അസിസ്റ്റൻ്റായി വർക്ക് ചെയ്ത എൻ്റെ കൂട്ടുകാരൻ ഗോഡ്വിൻ. അർജുനൻ മാഷ് എൻ്റെ അയലന്തരത്തുകാരനാണെങ്കിലും തരങ്ങളിലൂടെ ഞാൻ അർജുനൻ മാഷിനെ പരിചയപ്പെടുന്നത് 82-83 കാലഘട്ടത്തിൽ ശ്രീ അയ്യപ്പനെ കുറിച്ചുള്ള ഒരു കാസറ്റ് ചെയ്യാൻ വേണ്ടി അർജുനൻ മാഷ് അവിടെ വരികയും എന്നെ അസിസ്റ്റൻ്റായിട്ട് തരങ്ങണിക്കാർ നിശ്ചയിക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ ശരിക്കും അസിസ്റ്റൻ്റായിട്ട് ഞാൻ മാഷിനെ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. അതുമുതൽ പല നാടകങ്ങൾക്കും അവിടെ പോയി നൊട്ടേഷൻ എഴുതി സ്റ്റുഡിയോയിൽ കൊണ്ടുവന്ന് വർക്ക് ചെയ്തു. അന്ന് നാടകങ്ങളെന്ന് വെച്ചാൽ രാവിലെ 8 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ വെളുപ്പിന് റെക്കോർഡിങ് കഴിയുമ്പോൾ ഇന്നത്തെ പോലെ സ്റ്റുഡിയോ ഒന്നുമില്ല, ചില വീടുകളിലിട്ടൊക്കെ ഞങ്ങൾ റെക്കോർഡ് ചെയ്യണം. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലും ചിലപ്പോൾ കാശ് കിട്ടുന്നതിനൊക്കെ കണക്കായിരിക്കും. ഒരു സിനിമയുടെ ഞാൻ ഓർമ്മിക്കുന്നു, തരങ്ങണിയിലൊരു സിനിമ ശ്രീ യേശുദാസും പാടി അരുന്ധതിയും പാടിക്കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് അവരുടെ കാറിൽ പ്രൊഡ്യൂസറിൻ്റെ കാറിൽ ഏതാണ്ട് കായംകുളത്ത് വരെ വന്നു, അരിപ്പാട് വരെ വന്നു. പക്ഷേ അവിടെ വന്നപ്പോൾ അവരുടെ കാശൊന്നുമില്ല. അന്ന് രാവിലെ വെളുപ്പം കാലം മുതൽ രാവിലെ പീടികയിൽ തന്നെ കിടന്ന് ഉറങ്ങി ഞങ്ങൾ രണ്ടുപേരും കൂടി തിരിച്ചു വരികയാണ് അല്ലേ. പക്ഷേ അങ്ങനത്തെ രസകരമായ ഒരുപാട് സംഭവമുണ്ട്. തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെ ഒരുപാട് നാടകങ്ങൾക്കും ഇതിനു വേണ്ടി ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ട്. മാഷിൻ്റെ സംഗീത അനുഭവം എനിക്ക് വലിയ സമ്പത്തുമായിട്ടുണ്ട്. മാഷ് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ മാഷിൻ്റെ സംഗീതം എനിക്ക് വശത്താക്കാൻ സാധിച്ചു. മാഷ് പറയുന്ന ആ മൂഡനുസരിച്ച് മ്യൂസിക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി സാധിച്ചു. ഏതാണ്ട് 20 വർഷക്കാലം മാഷോട് ഞാൻ ജോലി ചെയ്തു. ഇപ്പം ജോലി എടുത്തുകൊണ്ടിരിക്കുന്നു പല കാര്യങ്ങൾക്കും. അച്ഛൻ ഞാൻ ജനിച്ച് 6 മാസമുള്ളപ്പോൾ മരിച്ചു. അതിനുശേഷം അമ്മയാണ് ഞങ്ങളെ വളർത്തിയത്. സിനിമ ജീവിതം തുടങ്ങുന്നത് ഈ ഫോർട്ട് കൊച്ചിയിൽ നിന്നാണ്. അതായത് കമാലക്കടവ് ബീച്ചിലൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ആ ഗസ്റ്റ് ഹൗസിൽ വെച്ചാണ് ആദ്യത്തെ പാട്ട് കമ്പോസ് ചെയ്യുന്നത്. ഭാസ്കരൻ മാഷ് ഇവിടെ വന്നു സംഗീതം ചെയ്യാൻ എന്നെ ക്ഷണിച്ചു. മാനത്തിൻ മുറ്റത്ത് മഴവില്ലാൽ അഴകെട്ടും എന്ന ഗാനം തുടങ്ങുന്നത് ഈ തീരത്ത് വെച്ചാണ്. അതിനകത്ത് 4-5 പാട്ടുകളുണ്ട്. എല്ലാ പാട്ടുകളും ഈ ഗസ്റ്റ് ഹൗസിലാണ് കമ്പോസിങ് നടത്തിയത്. അങ്ങനെ ഒരു ശക്തിയുടെ എനിക്ക് വേണ്ടി ഈ നാട് തന്നിരിക്കുന്നു. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ ഒരു വലിയ കുടുംബത്തെയാണ്. ഇതെൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, മരുമക്കൾ, പേരക്കുട്ടികൾ. ഇതിലെല്ലാം തന്നെ സംഗീത വാസനയുള്ളവരാണ്. പ്രൊഫഷണലായിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. അതിൽ വളരെ ശക്തനായിട്ട് വരാനുള്ളത് നമ്മളെ മൂത്ത മകൻ അശോകൻ്റെ
മകൻ വിധുവാണ്. അയാൾ കീബോർഡ് വായിക്കുന്ന ആളാണ്. മ്യൂസിക് BA ഒക്കെ പഠിക്കുന്ന ആളാണ്. പിന്നീട് എൻ്റെ മകൻ, മൂത്ത മകളുടെ ഭർത്താവ് ഡോക്ടർ മോഹൻ, കരയുടെ ഭർത്താവ് ഷൈൻ, അശോകൻ്റെ ഭാര്യ സുഗന്ധി, അനിയുടെ ഭാര്യ റാണി. ഇനിയും ഒരു കുടുംബം വരാനുണ്ട്. നിങ്ങളെങ്ങനെ കണക്കിലെടുക്കുമെന്ന് എനിക്കറിയില്ല. ഗവൺമെൻറ് വല്ല പിന്നെ ഇത് വാറണ്ട് കൊണ്ടുവരുന്നൊരു ചെറിയ പേടി എനിക്കുണ്ട്. എങ്കിലും ഞങ്ങളുടെ നിറഞ്ഞ കുടുംബമാണത്. ഞങ്ങളുടെ കല്യാണക്കാര്യത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഈ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് ഇതൊക്കെ പറയണോ? കാരണം ഞങ്ങൾ ലവ് മാരേജായിരുന്നു. അത് ഇവർക്ക് സൗന്ദര്യമുണ്ടോ എനിക്ക് സൗന്ദര്യമുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അങ്ങ് പ്രേമിച്ച് കല്യാണം കഴിച്ച് പിന്നെ അതിൻ്റെ പിന്നിലുള്ള കഥകളൊക്കെ നമുക്ക് രഹസ്യമായിട്ട് പറയാം. അത് വേറൊരു അവസരത്തിൽ പറയുന്നതായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. അച്ഛൻ്റെ സംഗീതത്തെക്കുറിച്ചുള്ള ഫുൾ ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വരുന്നത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ ആലപ്പി തിയേറ്റേഴ്സിൻ്റെ ഒരു നാടകം ഇവിടെ വെച്ച് റിഹേഴ്സലും പ്ലസ് റെക്കോർഡിങ്ങും ഇവിടെ വെച്ച് നടക്കുകയാണ്. അപ്പോൾ അച്ഛൻ്റെ കാല് സുഖമില്ലാതെ കാല് ഒടിഞ്ഞിട്ട് പ്ലാസ്റ്റർ ഇട്ട് ഇവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോഴാണ് സംഭവം നടക്കുന്നത്. പാടിക്കൊടുക്കുന്ന ആൾ ഇൻസ്ട്രുമെൻറ്റ് വായിക്കുന്ന ആൾക്ക് എന്ത് പറഞ്ഞു കൊടുത്തിട്ടും മനസ്സിലാകുന്നില്ല. കുറേ പ്രാവശ്യം പറഞ്ഞ് അവസാനം എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ കുത്തിപ്പിടിച്ച് നടക്കുന്ന വടി വെച്ച് അയാൾക്കിട്ട് അടി കൊടുത്തു. അടി കിട്ടിയ അയാൾക്ക് അപ്പം മനസ്സിലായി എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഈ പറഞ്ഞു വരുന്നത് കാലൊടിഞ്ഞിരുന്നാലും കൊള്ളാം, എങ്ങനെ ഇരുന്നാലും കൊള്ളാം, പാട്ട് ചെയ്യുമ്പോൾ ഈ കാണുന്ന അച്ഛനായിരിക്കില്ല പാട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്, വേറൊരു രൂപമായിരിക്കും. അച്ഛൻ എന്ത് മനസ്സിൽ വിചാരിക്കുന്നത് അത് ഫുള്ളായിട്ട് കിട്ടിയില്ല എങ്കിൽ ഒരിക്കലും അച്ഛൻ സമ്മതിക്കാറില്ല.